പഠിക്കാൻ പോകുന്നത് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നാണ്. ഫസ്റ്റ് നമുക്ക് എഡ്ജ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എഡ്ജ് കമ്പ്യൂട്ടിംഗ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ പുതിയ എറയിൽ. ഫസ്റ്റ്, വാട്ട് ഈസ് എഡ്ജ് കമ്പ്യൂട്ടിംഗ്? Edge computing definition: edge computing is a type of distributed computing technology where data are processed near to the source without completely depending upon the centralized server. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇൻ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ്. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടേഷൻ നടക്കുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് മെത്തേഡിലല്ല. ഇവിടെ കമ്പ്യൂട്ടേഷൻ നടക്കുന്നത് എവിടെയാണോ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് എവിടെയാണോ ഡാറ്റ സോഴ്സ് ഉള്ളത് അതിനടുത്ത് വെച്ച് തന്നെ കമ്പ്യൂട്ടേഷൻ നടക്കുന്ന ടെക്നോളജിയാണ് നമ്മൾ എന്ന് പറയുന്നത് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ഡാറ്റ എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനടുത്ത് കമ്പ്യൂട്ടേഷൻ നടക്കുന്ന ടെക്നോളജിയാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. സാധാരണ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഓർ അതർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത് പറഞ്ഞാൽ, ഡാറ്റ ശേഖരിച്ചതിന് ശേഷം അത് സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് മാറ്റി അവിടെ സെൻട്രലൈസ്ഡ് സെർവർ എന്നാണ് കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാറ്റ എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് ആ സോഴ്സിനടുത്ത് തന്നെ വെച്ച് കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് നടക്കും. ഇതിനർത്ഥം എല്ലാ കമ്പ്യൂട്ടേഷൻസും അവിടെ സോഴ്സിൽ നടക്കുന്നില്ല. ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഡാറ്റ ഉപയോഗിച്ച് അവിടെ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഷൻസ് എന്തൊക്കെയാണ് അതവിടെ നടത്തിയതിന് ശേഷം എന്താണ് ഇമ്പോർട്ടൻ്റ് റിസൾട്ട് അത് മാത്രം നമ്മുടെ സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് മാറ്റും. ഇത്തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. അതായത് എഡ്ജ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. Edge devices are the devices that are located near to the edge of the network or very close to the data source. Examples of edge devices എന്തൊക്കെയാണ്? IoT sensors, cameras or wearable devices. For example, ഇപ്പോൾ എഡ്ജ് ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റംസ് എന്താണ്? റിയൽ ടൈം ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റമാണ് എടുക്കുന്നത് വിചാരിക്കുകയാണെങ്കിൽ പേഷ്യൻസിൻ്റെ റിയൽ ടൈം ഡാറ്റ നമ്മൾ മോണിറ്റർ ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻസാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിയൽ ടൈം പേഷ്യൻസ് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇപ്പോൾ നേഴ്സോ ഡോക്ടറോ അടുത്തില്ല, അതിന് പകരം നമുക്കൊരു എഡ്ജ് ഡിവൈസസ് അവിടെ ഘടിപ്പിച്ച് ഗ്ലൂക്കോസ് തീർന്നോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കയറ്റിക്കൊണ്ട് വരികയാണെന്ന് വിചാരിക്കുക ഒരു പേഷ്യൻറ്റിന്. ട്രിപ്പ് കഴിഞ്ഞോ എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നു. നഴ്സിന് പോവാതെ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡാറ്റയിലേക്ക് മെസ്സേജ് അയക്കാതെ അവിടെ നിന്ന് തന്നെ ആ സിസ്റ്റം അത് ഓഫാക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറുന്നത് നിർത്തി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ജ് ഡിവൈസസ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? അതെല്ലാം എഡ്ജ് ഡിവൈസസ് ആണ്. ഇവിടെ ഏതാണ് എഡ്ജ് ഡിവൈസസ്? ആ മോണിറ്റർ ചെയ്യുന്നതും ആ മോണിറ്റർ ചെയ്യുമ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നില്ലേ ആ ഡിവൈസസും എന്താണ് ഇവിടെ? എഡ്ജ് ഡിവൈസസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്ജ് ഡിവൈസസ്. എഡ്ജ് ഡിവൈസസ് എപ്പോഴും എന്തായിരിക്കും? ഡാറ്റ എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അതിനടുത്തായിരിക്കും എഡ്ജ് ഡിവൈസസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്, പ്രോക്സിമിറ്റി ടു ഡാറ്റ. എഡ്ജ് ഡിവൈസസ് ആർ ഫിസിക്കലി ക്ലോസ് ടു വെയർ ഡാറ്റ ഈസ് ജനറേറ്റഡ്. ദെൻ സെക്കൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ എഡ്ജിന്ന് ഡിവൈസിന്ന് നമ്മൾ സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇനി കമ്പ്യൂട്ടേഷൻസിൻ്റെ ഇത് സെൻഡ് ചെയ്യാതെ അവിടുന്ന് തന്നെ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ലോക്കൽ പ്രോസസ്സിങ്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റെഡ്യൂസിങ് ദ ഇൻട്രാക്ഷൻ ടു ദ സെർവർ. എപ്പോഴും സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവിടുന്ന് ആ എഡ്ജിന് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ അല്ലെ കമ്പ്യൂട്ടേഷൻസ് അവിടെ തന്നെ ചെയ്യുന്നു. അതാണ് ലോക്കൽ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. എന്ത്? ബാൻഡ്വിഡ്ത്ത് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ബൈ സെൻഡിങ് ഓൺലി വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ടു ദ സെൻഡർ ഇറ്റ് ക്യാൻ ഒപ്റ്റിമൈസ് ദ ബാൻഡ്വിഡ്ത്ത് യൂസേജ്.
സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നിറയെ അല്ലെങ്കിൽ കുറേ അധികം എഡ്ജ് ഡിവൈസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ തവണ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് സെൻട്രൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് ഡിസിഷൻസ് റിപ്ലൈ ആയി കൊടുക്കുക, ഇതിനൊക്കെ കുറേ ബാൻഡ്വിത്ത് അല്ലെങ്കിൽ കുറേ സമയവും ചിലവാകും. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാൻഡ്വിത്ത് ഒപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്തെന്ന് പറയാം. ഈ